നമ്മളൊരു ശക്തിയാണ്, അല്ലെ, എനർജിയാണ്. ഈ ശരീരം നമ്മുടെ വാഹനം മാത്രമാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ഈ കുടുംബജീവിതമൊക്കെ നയിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ആനന്ദത്തിന് വേണ്ടിയാണ്, അല്ലെ, സന്തോഷത്തിന് വേണ്ടിയാണ്, സ്നേഹത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം എടുക്കാൻ വേണ്ടിയല്ല, കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം പരസ്പരം കൊടുത്ത് ജീവിതം വളരെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി ഭൂമിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കോ മാറേണ്ടതായിട്ടുണ്ട്, നമ്മുടെ കൂടെയുള്ളവർ എവിടേക്കോ മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലെ. അപ്പം അങ്ങനെ നമ്മളുടെ മനസ്സും ബുദ്ധി, സംസ്കാരം, ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ 3 കാര്യത്തിനെ നമ്മൾ വളരെ പോസിറ്റീവാക്കി മാറ്റിയാൽ മതി. അപ്പൊ ആത്മാവിന്റെ 7 ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലായി. നമ്മൾ കൂടെ കൊണ്ടുപോകാൻ പോകുന്ന ഗുണങ്ങളാണ്. ആ ഗുണങ്ങളോട് കൂടി വേണം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നത്. അതാണ് ഒന്ന്, ഏറ്റവും ആദ്യം ജ്ഞാനം. ജ്ഞാനമാണ് അമ്മ. ആ അമ്മയിൽ നിന്ന് ജന്മം എടുക്കുന്ന കുട്ടികളാണ് പവിത്രത, ശുദ്ധത. അല്ലെ, നമുക്കിപ്പോ ഇവിടെയൊക്കെ റൂമൊക്കെ നല്ല ശുദ്ധമായിരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്, അല്ലെ. വൈബ്രേഷൻ മാറും. നമ്മുടെ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് വെക്കുന്നു, സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുന്നു, ബുക്കുകളൊക്കെ അടുക്കി പറക്കി വെക്കുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ റെഡിയാക്കി ക്ലീൻ ആക്കി വെക്കുന്നു. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യും നമ്മളിലേക്ക്. ഇപ്പം ഈ വീട് മാത്രമല്ല ശുദ്ധമാകേണ്ടത്, മനസ്സ് ശുദ്ധമാണോ? മനസ്സിന്റെ ശുദ്ധത എങ്ങനെയാണ്? ഈർഷ്യ ഉണ്ടായിരിക്കാൻ പാടില്ല, ഭയം പാടില്ല, വിഷമം ഒട്ടുമേ പാടില്ല, അല്ലെ. അങ്ങനെ എപ്പോഴും നല്ലതായിട്ടാണ് മനസ്സ് ശുദ്ധമാണ്. അപ്പൊ അറിവുണ്ടെങ്കിലേ ഈ മനസ്സിന്റെ ശുദ്ധത ഉണ്ടാവൂ. അപ്പൊ എവിടെ ശുദ്ധതയുണ്ട്? ശുദ്ധതയും അമ്മയായിട്ട് പറയാറുണ്ട്. ജ്ഞാനം അമ്മയാണ്, അതേമാതിരി ശുദ്ധത, പവിത്രതയെയും അമ്മയായിട്ട് പറയും. അപ്പൊ പവിത്രത ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? അടുത്തുണ്ടാകുന്നതാണ് ശാന്തി, സുഖം. അടുത്ത് വരുന്ന 2 ഗുണങ്ങളാണ് ശാന്തി, സുഖം. അപ്പൊ ശാന്തിയുടെ സുഖത്തിന്റെയും ജനനിയാണ് പവിത്രത എന്ന് പറയും. പക്ഷെ മനസ്സ് ഗുരുവിന്റെ പേര് പോലല്ല, ശുഭം. എപ്പോഴും നല്ലത് മാത്രമേ മനസ്സ് ചിന്തിക്കുന്നുള്ളൂ. വിഷമമില്ല, ദുഃഖമില്ല, എല്ലാവർക്കും നല്ലത് തരട്ടെ, നല്ലത് തരട്ടെ. ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും? ശാന്തി, സുഖം. അപ്പൊ നമുക്ക് ശാന്തിയില്ല, നമുക്ക് സന്തോഷമില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശുദ്ധത പോരാ, മനസ്സിന്റെ ശുദ്ധത പോരാ. അപ്പൊ എന്തുകൊണ്ട് ശുദ്ധതയില്ല? നോളജ് ഇല്ല, അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് അറിവാണ്. അറിവിൽ നിന്ന് വരുന്നതാണ് ശുദ്ധത. ശുദ്ധത കൊണ്ട് വരുന്നതാണ് ശാന്തിയും സുഖവും. അപ്പൊ ജീവിതത്തിൽ ശാന്തി, സുഖം ഇല്ലെങ്കിൽ എന്തിന്റെ